ഫാമിലീസ് ആയിട്ട് നമ്മൾ ടൂർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അപ്പനും അമ്മയും രണ്ട് മക്കളും അല്ല നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ദീർഘദൂര യാത്ര ചെയ്യാൻ എപ്പോഴും പ്രശ്നമായിരിക്കും. ഈ കല്യാണം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പെൺകുട്ടികൾ അപ്പന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുപോലെ വണ്ടി വാടക എടുത്തിടാൻ കേട്ടോ കല്യാണത്തിന് മുമ്പ്. ഇതിനകത്ത് തന്നെ മേക്കപ്പ് ചെയ്യാം, ഡ്രസ്സ് ഉടയത്തില്ല, അടിപൊളിയായിട്ട് പള്ളിയിലേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ഇതിനകത്താവുമ്പോൾ നമുക്ക് ഗ്രാൻഡ് പേരൻസിനെയും കയറ്റാം, പേരൻസ് ആൻഡ് സിബ്ലിംഗ്സ് എല്ലാവർക്കും കയറി ഒരു ട്രൂപ്പ് ആയിട്ട് തന്നെ പോവാം. ഇൻഡൾജ്ഡ് മസാജ് ചെയർസ് ഉണ്ട്, സോ മസാജ് എടുത്തോണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ നല്ല കംഫർട്ടാണ്. പിന്നെ 5 സ്റ്റാർ ഹോട്ടൽസിലേക്ക് ഗസ്റ്റിനെ എയർപോർട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റൊമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അർബാനയും അതിൻ്റെ ഒടയക്കാരത്തെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഷൈനി ചേച്ചി നമസ്കാരം. ഇത് ഷൈനി ജോൺ. അപ്പം ചേച്ചി ഞാൻ റീസെൻ്റ്ലി ആണ് പരിചയപ്പെടുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു DPFൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ. അതായത് നമ്മുടെ ഡീസൽ വാഹനങ്ങളുടെ ഈ ഒരു DPF ക്ലോഗ് ആയിട്ട് അത് മാറുന്ന സമയത്ത് ഭീമമായിട്ടുള്ള ചിലവ് വരുമ്പോൾ അതിനെ എങ്ങനെ റീഫർബിഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു അർബാനിയ കണ്ടത്. അപ്പം അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഷൈൻ ചേച്ചി എന്ന് പറയുമ്പം അർബാനിയോട് അത്രയും പ്രണയം മൂത്ത് നിൽക്കുന്ന ഒരു യുവതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വളരെ കുറവ് സ്ത്രീകൾ മാത്രമേ ഇതുപോലെ വാഹനങ്ങളോട് പ്രണയം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം സ്വന്തം വീട്ടിലെ അർബാനി അത്രയും പ്ലാൻ ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നൊരു വാഹനമാണ്. അതുമാത്രമല്ല, വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ചേച്ചി, ഇത്രയും വാഹനത്തോടുള്ള ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണ്? അർബാനിയ തന്നെ വാങ്ങിക്കാനുള്ള ഒരു കാര്യം എന്താണ്? ആക്ച്വലി ട്രാവൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എനിക്കും ഇഷ്ടമുള്ള ഒരു കാര്യം. പക്ഷേ പല ഡിസ്കംഫേർട്സ് ഇൻ ദ ടൈം ഓഫ് ട്രാവലിംഗ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ. എനിക്ക് സ്പെഷ്യലി കുഞ്ഞിലെ മുതൽ ക്ലോസ്ട്രോഫോബിയ, മോഷൻ സിക്നസ്, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ട്രാവൽ കംപ്ലീറ്റ്ലി വിടണമെന്നില്ല. ആൻഡ് ഫാമിലിയിൽ എല്ലാവർക്കും ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. എവ്രിബഡി വാണ്ട്സ് ടു ട്രാവൽ. ആൻഡ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫാമിലി, ക്ലോസ് ഫാമിലി, ഒരു ട്രാവൽ പ്ലാൻ എപ്പോഴും ചെയ്യാറുണ്ടല്ലേ. ഇപ്പൊ നാട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് വിസിറ്റ് അല്ലേ. നേച്ചർ ആൻഡ് ഗ്രീനറി ഇഷ്ടപ്പെടുന്നവർക്ക് there are experiences that you can explore. അപ്പം എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ പോകും. പക്ഷെ ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ട്രാവലും കൂടെ അത്രയ്ക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. മോഷൻ സിക്നസ്, ക്ലോസ്ട്രോഫോബിയ കാരണം അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ആ ഫാമിലി ഗ്രൂപ്പിൽ തന്നെ പല ജനറേഷൻസ് ഉണ്ടല്ലോ, പേരൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മുട്ടുവേദന, ലെഗ് സ്പേസ് കിട്ടുന്നില്ല. പിന്നെ എന്റെ ഹസ്ബൻഡ് ഭയങ്കര നീളമുള്ള ഒരാളാണ്. സോ പുള്ളിക്ക് ഹെഡ് സ്പേസ് ഇല്ല, ലെഗ് സ്പേസ് പുള്ളിക്കും പ്രോബ്ലം, സ്പെഷ്യലി ഡ്രൈവ് ചെയ്യുമ്പോഴും ആ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. പിന്നെ പിള്ളേരാണെങ്കിൽ അവരൊന്ന് വീട്ടിൽ നിന്ന് വലിച്ച് പുറത്തിറക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അവർക്കൊക്കെ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കാനാണ് ഇഷ്ടം. സോ ഒരു ക്രാംപ് സ്പേസിൽ ട്രാവൽ ചെയ്യാതെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട്, എലിഗന്റ് ആയിട്ട്, കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ വേണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയാ ഞങ്ങൾ കുറെ എക്സ്പ്ലോർ ചെയ്തിട്ട് അർബേനിയയിലോട്ട് എത്തിയതല്ലേ. അർബാനിയ ഫിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം കാരണം ട്രാവലർ ഒക്കെ വേറെ ഉണ്ടല്ലോ. പക്ഷെ അർബാനിയ എന്ന് പറഞ്ഞ വണ്ടി ഫിക്സ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അർബേനിയ ബേസിക്കലി നമുക്ക് കംഫർട്ട് സോൺ ഒത്തിരി ഉണ്ട്, വിൻഡോ സ്പേസ് കുറെ വൈഡാ, നോർമൽ വിൻഡോ അല്ല. അതെ, നമ്മളൊന്ന് വിൻഡോ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, വിൻഡോ തന്നെ ഇറ്റ്സ് ഫുൾ വിൻഡോ, അപ്പൊ നമുക്ക് ഫുൾ വ്യൂ കാണാം. അപ്പം മൊത്തത്തിൽ ഒരു കംഫർട്ട് സോൺ ഫീൽ ചെയ്തു ആ വണ്ടിയെ കയറിയപ്പോ തന്നെ. കുറെ ഫീച്ചേഴ്സും ഉണ്ട് വിച്ച് ഈസ് വെരി മോഡേൺ. ഇപ്പോഴത്തെ ജനറേഷൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറെ ഫീച്ചേഴ്സ് അഡീഷണലി ഉണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ കുറെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് വണ്ടി ഫോർ വട്ട് എവർ പ്രോബ്ലംസ് ഞങ്ങൾക്ക് ആസ് എ ഫാമിലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ള എല്ലാം എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയാണോ അതോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് ഹയർ ചെയ്യാൻ പറ്റുമോ? അതാണ് അറിയേണ്ടത്. ഫാമിലി ഞങ്ങളുടെ ഫാമിലി അറ്റ് ദ സെയിം ടൈം നാട്ടിലുള്ള എത്ര ഫാമിലീസ് നമുക്ക് അല്ല ഇത് സർവീസിന് വിടുമെന്നാണ് ചോദിച്ചത്. അതായത് ലൈക്ക് നമ്മുടെ ആവശ്യത്തിനൊക്കെ ഞങ്ങൾ വിടും. Of course, families മാത്രമല്ല, we are looking at multiple target audience. Mainly നമ്മൾ നോക്കുന്നത് corporates,
ഓക്കെ കോർപ്പറേറ്റ്സ് നമുക്ക് ഒരു ടോപ്പ് ക്ലാസ് മാനേജ്മെന്റ് ടീമിന് ഒരുമിച്ച് ട്രാവൽ, ഒരു ക്ലോസ് ടീമിന് ഒരുമിച്ച് ട്രാവൽ ചെയ്ത് അറ്റ് ദ സെയിം ടൈം വർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു അഡീഷണൽ എക്സാക്ട്ലി അവർക്കുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ആർ ദെയർ. ഓൺ റിക്വസ്റ്റ് നമുക്ക് വർക്ക് ടേബിൾ അറേഞ്ച് ചെയ്യാം, എല്ലാവർക്കും ഇൻഡിവിജ്വൽ ടാബ്ലറ്റ്സ് വിത്ത് വയർലെസ് ഹെഡ്ഫോൺസ്, ഒരു ബോർഡ് റൂം മീറ്റിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം നമുക്ക്. യെസ്, വി ഹാവ് എ ഗൂഗിൾ സ്മാർട്ട് ടി വി. അപ്പം ആ എടുക്കുന്ന മീറ്റിംഗ് നമുക്ക് കംപ്ലീറ്റ്ലി ഓൺ ദ സ്മാർട്ട് ടി വി നമുക്ക് പ്രസന്റ് ചെയ്യാം. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് സറൗണ്ട് സൗണ്ട്. അപ്പം ആ ഒരു ഇതിൽ എല്ലാവർക്കും കൂടെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ വി ക്യാൻ പുട്ട് അപ്പ് അവർ വീഡിയോസ്, ഡിസ്കസ്, ഹാവ് പ്രസന്റേഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. സോ ആൻഡ് അഡീഷണലി എല്ലാ സീറ്റ്സിലും പോർട്സ് ഉണ്ട്, ANC ടൈപ്പ് പോർട്സ് ഉണ്ട്. സോ എവറിബഡി ക്യാൻ ഇൻഡിവിജ്വലി വർക്ക് അറ്റ് ദ സെയിം ടൈം വർക്ക് ടുഗദർ. ഓക്കെ, അപ്പൊ സഞ്ചരിക്കുന്ന ഒരു ഓഫീസ് കൂടിയാണ്. എക്സാക്ട്ലി. രാജമാണിക്യ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് ബെല്ലാരിൽ ഇവൻ പോത്ത് കച്ചവടക്കാരൻ, ദുബൈയിലേക്ക് വരുമ്പോൾ ഡയമണ്ട് കച്ചവടക്കാരൻ എന്ന് പറയുന്നത്. അപ്പൊ ഓഫീസ് ആവശ്യങ്ങൾക്ക് ഇത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടുണ്ട് അല്ലേ? ടൂർ പോകുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെയായിരിക്കും ബെനിഫിഷ്യൽ ആയിട്ട് മാറ്റാൻ പറ്റുന്നത്? ടൂർ പോകുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് പറയാം ബൂട്ട് സ്പേസ് ഇഷ്ടം പോലെ ഒരു ട്രാവലർ എടുക്കുമ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടത്തില്ല. ലഗേജ് ഐദർ നമ്മൾ മടി പിടിക്കണം, സീറ്റിന്റെ അടിയിൽ, ഹെഡ് സ്പേസിന്റെ മുകളിൽ, അല്ലെങ്കിൽ വണ്ടിയുടെ ഏറ്റവും മുകളിലാണ് വെക്കാൻ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ബൂട്ട് സ്പേസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എനിബഡി കമ്മിങ് ടു ദി എയർപോർട്ട് ഓർ ക്യൂറേറ്റർ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അവരുടെ ലഗേജ് വെക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ സീറ്റ്സ് ഒക്കെ നമ്മൾ 8 സീറ്റ്സിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. 16 പേർക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ 8 സീറ്റ്സിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സീറ്റ്സിനകത്ത് കുറെ അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. പ്രായമുള്ളവർക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു. സൈഡിൽ റിമോട്ട് ഒക്കെ ഉണ്ട്. അതെന്താ സംഭവം? സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലോസ്ട്രോഫോബിയ, ചൂടെടുക്കുന്നു, മോഷൻ സിക്നസ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സാ ഞങ്ങൾ കണ്ടെത്തിയത്. ചേച്ചി പേഴ്സണലി എക്സ്പീരിയൻസ് കൊണ്ട് കൊണ്ടുവച്ച സാധനങ്ങളാണല്ലേ? ഞാനാ ബുദ്ധിമുട്ടി, നാട്ടുകാര് ബുദ്ധിമുട്ടരുത്. എന്നെ പോലെ കുറെ പേരുണ്ട്. ഞാനിങ്ങനെ എന്റെ വിഷമങ്ങൾ പറയുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രം ട്രാവൽ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ പോവാൻ ഇഷ്ടമോ അറ്റ് ദ സെയിം ടൈം. അപ്പം നമ്മുടെ സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, Urbania usually is 2:1 ratio seats. 2 on one side and 1 on one. പക്ഷെ ഞങ്ങൾ മൊത്തം 1:1 ആക്കി. അപ്പൊ അത്രയും തന്നെ നമുക്ക് സീറ്റ് സ്പേസ്, ലെഗ് സ്പേസ് മാത്രമല്ല, സീറ്റ് ഇസ് ഓൾസോ വൈഡർ. ഇപ്പൊ ഇൻഡിവിജ്വൽ ആൾക്ക് ഇരിക്കാൻ മാത്രമല്ല നമുക്ക് നല്ല റിലാക്സ്. 2x2 സീറ്റ്സ് ആണ് സാധാരണ അർബാനിയിൽ വരുന്നത്. പക്ഷെ ആ 2x2 സീറ്റ്സ് മാറ്റി ഒരു സൈഡിൽ ഞങ്ങൾ 1x1 എന്നുള്ള ഒരു കോൺഫിഗറേഷൻസിലേക്കാണ് സീറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈക്ക് ആ ഒരു സീറ്റ് ശരിക്കും രാജകീയമായിട്ടുള്ള ഒരു സീറ്റാണ്, ഒരു ഹോട്ട് സീറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആ സീറ്റ്സിനകത്ത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി റിക്ലൈനിങ് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എർഗോണോമിക് റിക്ലൈനർ. അപ്പൊ നമ്മുടെ മസാജ് ചെയർസിന്റെ ആ ഒരു കംഫർട്ട് ഉണ്ട് റിക്ലൈൻ ചെയ്യുമ്പോൾ. ആൻഡ് ഇൻഡൾജ്ഡ് മസാജ് ചെയർസ് ഉണ്ട്. സോ മസാജ് എടുത്തോണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ നല്ല കംഫർട്ടാണ്. പ്രായമുള്ളവരായാലും അമ്മമാരായാലും എപ്പോഴും ബാക്ക് പെയിൻ, ലെഗ് പെയിൻ എന്നൊക്കെ പറയുന്നത് അവർക്ക് നല്ല മസാജ് ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ മൂന്നാർ പോകണമെങ്കിൽ എങ്ങനെ പോയാലും 7 to 8 hours യാത്രയുണ്ട്. ഒന്നും പേടിക്കേണ്ട, പ്രായമുള്ളവരും കുട്ടികളൊക്കെ കയറി ഇരുന്നാൽ മതി. നമുക്ക് സീറ്റ്സ് ഒക്കെ മസാജ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല വെന്റിലേറ്റഡ് സീറ്റ്സ്. സോ യു ക്യാൻ ഫീൽ AC ഫ്രണ്ടിൽ നിന്ന് മാത്രമല്ല ബാക്കിൽ നിന്ന് നമുക്ക് from the seat you can feel the AC. പറയുമ്പോൾ കേട്ടോ എന്തുമാത്രം ആവേശത്തോടെയാണ് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഈ വണ്ടി അത്രയും പ്രണയിച്ച ഒരു യുവതിയാണ് ഞാൻ പറയുന്നത്. അത്ര ഇഷ്ടത്തോടെ ചെയ്തൊരു സാധനമാണ്. ഇതൊന്ന് റീസെന്റ് കുറെ NRI ഫാമിലീസ് ആയിരിക്കും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക അല്ലെ, ട്രിപ്പ് പോയിട്ടുണ്ടാവുക. ശരിക്കും പലരും വന്ന് നോക്കുമ്പോഴത്തേനും ഈ പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒരു ടൂറൊക്കെ പോകേണ്ട ഒരു ആവശ്യം വരുന്ന സമയത്ത് അവർ നോക്കുന്നത് ഇതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. പക്ഷെ എനിക്കൊന്നും ആൾക്കാർ അറിഞ്ഞു കേട്ട് വരുന്നതേ ഉള്ളൂ അല്ലേ ഇതിനെക്കുറിച്ച്? അധികം പേര് അറിഞ്ഞിട്ടില്ല. അത് നമുക്ക് ഇപ്പം കംഫർട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കുറവാണ് നാട്ടിൽ. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ്. കംഫർട്ട് അറ്റ് ദ സെയിം ടൈം നല്ല സർവീസ് 24/7 whenever you are traveling. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോൾ ചെയ്യാൻ ഒരു ഹോട്ട് ലൈനും. ക്യാമറാസിനെ പറ്റി പറഞ്ഞ ഒരു 360-degree വ്യൂ. അപ്പോൾ അത് ശരി, 360-degree ക്യാമറ ഒക്കെ ഉണ്ട്. യെസ് 360 വ്യൂ ക്യാമറ ഉണ്ട്. ഫുൾ സെക്യൂരിറ്റി ഓൺ ആണ്. ഫുൾ സെക്യൂരിറ്റി സർവൈലൻസ് ഓൺ ഓൾ ദ ടൈം. നമ്മുടെ ഡാഷ് ക്യാം എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ വ്യൂ ഇൻസൈഡ് ആസ് വെൽ ആസ്
ഔട്ട്സൈഡ് ദ വ്യൂ ഉണ്ട്. ഇപ്പം ഡ്രൈവറിനും അല്ലാത്തവർക്കും എല്ലാവർക്കും കാണാം. സേഫ്റ്റി വൈസ് എല്ലാ രീതിയിലും ഭയങ്കര സെക്യൂർ. പിന്നെ ഒരു ചെറിയൊരു കൂളർ ഉണ്ടല്ലോ, ഫ്രിഡ്ജ് ഉണ്ടല്ലോ. അതെ അതെ, അത് മസ്റ്റ് ആണല്ലോ. അത് മസ്റ്റ് ആണല്ലോ. ജ്യൂസും ഡ്രിങ്കും എന്ത് വേണമെങ്കിലും കൂൾ ചെയ്യാൻ എപ്പോഴും ഒരു കൂളർ നമുക്ക് അകത്തുണ്ട്. ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഫാമിലീസ് ആയിട്ട് നമ്മൾ ടൂർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അപ്പനും അമ്മയും 2 മക്കളും അല്ല, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ദീർഘദൂര യാത്ര ചെയ്യാൻ എപ്പോഴും പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതുപോലൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ NRIs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വന്ന് ഒരു ഫാമിലി ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതായത് നമ്മൾ സാധാരണ ഒരു കാറിൻ്റെ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിൾ ആണെങ്കിലും കുറച്ച് സ്പേസ് കുറവാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 6-7 മണിക്കൂറുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, അല്ലേ? അതെ, അത് നല്ലൊരു പോയിന്റാണ്. ബിക്കോസ് ഞങ്ങൾ ആസ് എ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടം. അപ്പം എവിടെ പോയാൽ ലോങ് ജേർണി ഇൻ ദ സെൻസ് ഔട്ട് ഓഫ് കേരള പോയാലും പുള്ളിക്ക് കാറിൽ മാത്രം പോയാൽ മതി. അങ്ങനെ ഒരു താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും പൂനെ ടു കേരള, കേരള ടു പൂനെ, ഞങ്ങൾ ബിസിനസ് റിലേറ്റഡ്, വർക്ക് റിലേറ്റഡ് ആൻഡ് ലെജർ റിലേറ്റഡ് ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം പിള്ളേർക്ക് വരുന്ന ഒരു ഡിസ്കംഫർട്ട്, ഇത്രയും 16 to 12 hours ഒരേ സ്ഥലത്ത് ക്രാംഡ് ആയിട്ട് ഇരിക്കുന്നേക്കാളും കുറച്ചുകൂടെ ലെഗ് സ്പേസ് മാത്രമല്ല മൂവ് അറൗണ്ട് സ്പേസ്, അവർക്ക് എഴുന്നേറ്റൊന്ന് നടക്കാം ബേസിക്കലി. ആൻഡ് ചുമ്മാ ഇരിക്കണ്ട, വെറുതെ ഇരിക്കണ്ട, ദേ ക്യാൻ വാച്ച്. ഓക്കെ, നമ്മുടെ ഗൂഗിൾ സ്മാർട്ട് TV ആകുമ്പോൾ നോർമൽ പെൻ ഡ്രൈവ് കുത്തി മൂവി കാണുന്നതല്ല. ഇറ്റ്സ് ലൈക്ക് യുനോ OTT പ്ലാറ്റ്ഫോംസ് ആർ ഓൾ അവൈലബിൾ. യു ക്യാൻ വാച്ച് വാട്ട് എവർ യു വാണ്ട് ആൻഡ് seamless Wi-Fi on board is always there. Wi-Fi ഒക്കെ ഫെസിലിറ്റി ഉണ്ടല്ലേ? അതെ. പിന്നെ ഇത് വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ ഒരു ലോഗോ ഒക്കെ ഉണ്ട്. ലൈക്ക് ഈ ഒരു വാഹനം പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് അർബാനി ഒത്തിരി ഉണ്ടെങ്കിലും 2 കാര്യങ്ങളാണ്. ഒന്ന് ട്രാവൽ എക്സ്പേർട്ട് എന്നാണ് കേട്ടോ ഇവരുടെ കമ്പനിയുടെ പേര്. ഇവർ ഈ സർവീസസ് പുറത്തേക്കും കൂടെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ നമ്പേഴ്സ് താഴെ കൊടുത്തേക്കാം, കാരണം ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യം. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഗൾഫിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോറിൻ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. മീറ്റിംഗ്സ് നടത്തണമെങ്കിൽ ഉപയോഗിക്കാം. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ വിഴിഞ്ഞമ്പോട്ടൊക്കെ വരുവാണ്, അപ്പോൾ ആ സമയത്ത് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് കൊണ്ടുവരാം. പിന്നെ 5 സ്റ്റാർ ഹോട്ടൽസിലേക്ക് ഗസ്റ്റിനെ എയർപോർട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതെ, അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളാണ് ഉള്ളത് കേട്ടോ. കാരണം നോർമൽ ആയിട്ടുള്ളൊരു വെഹിക്കിൾ അല്ല. കാരണം ഒരുപാട് അർബാനിയാസ് ഉണ്ടെങ്കിലും ഇത്തരത്തിലൊരു അർബാനിയ ഭയങ്കര സാധാരണ എല്ലാവരും പ്രൈവറ്റ് യൂസിന് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് പ്ലസ് നമുക്ക് മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. വേറൊരു സർവീസ് ഞങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നാട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് വെഡിങ് കാർസ് കാണാറുണ്ടല്ലോ. അതെ, നല്ല ബ്യൂട്ടിഫുൾ ബെൻസും SUV. ഓക്കെ, സോ പക്ഷെ എന്നാലും അതിനകത്തൊരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളത് ലെഗ് സ്പേസ്. നമ്മുടെ ക്രിസ്ത്യൻ വെഡിങ്സ് നമുക്ക് എസ്പെഷ്യലി ബ്രൈഡ് ഇട്ടേക്കുന്നത് നല്ല വലിയ ഗൗണും ഒത്തിരി ആഭരണങ്ങളും. സോ ദ ബ്രൈഡ് ഈസ് നല്ല സഫോക്കേറ്റഡ് ആയിരിക്കും പാസഞ്ചർ സീറ്റിൽ ഇരിക്കും. അതിന്റെ കൂടെ എല്ലാരും ഒരുങ്ങി കെട്ടിയല്ലേ. അപ്പൊ എല്ലാവർക്കും വേണ്ടത് കുറച്ചുകൂടെ സ്പേസാ. കാരണം അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മൊത്തത്തിൽ അങ്ങ് സ്പോയിൽ ആവും. സാരിയൊക്കെ എടുത്തിരിക്കുമ്പം ഇറങ്ങുമ്പം ഭയങ്കരമായിട്ട് അത് മെസ്സപ്പ് ആവും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാം നമുക്ക്. നമ്മുടെ ടൈമിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അതെ, ഫ്യൂച്ചർ ജനറേഷൻസിന് അത് അവോയ്ഡ് ചെയ്യാം. അപ്പം ഞങ്ങൾ അതിനും വണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ട്രൂപ്പ് വെഡിങ് ട്രൂപ്പ് രാവിലെ ഒന്ന് പള്ളിയിൽ പോകണം, ഒന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് വെളുപ്പിന് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകണം. സോ ഇതിനകത്തെ സ്പേസ്, ഇതിനകത്ത് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാം, ഡ്രസ്സപ്പ് ചെയ്യാം, അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. ആൻഡ് ലോഡ് ഓഫ് ഏരിയ ടു കീപ് യുവർ ബിലോങ്ങിങ്സ്. അപ്പൊ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളും എല്ലാം വെക്കാനായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഞങ്ങൾ ഈ കല്യാണം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പെൺകുട്ടികൾ അപ്പന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുപോലൊരു വണ്ടി വാടകയ്ക്ക് എടുത്തിടാണ് കേട്ടോ കല്യാണത്തിന് മുമ്പ്. ഇതിനകത്ത് തന്നെ മേക്കപ്പ് ചെയ്യാം, ഡ്രസ്സ് ഉടയത്തില്ല, അടിപൊളിയായിട്ട് പള്ളിയിലേക്ക് വേണമെങ്കിൽ പോകാം. ഇനി ആ ഒരു കോൺസെപ്റ്റ് മാറട്ടെ. ഈ BMW അല്ലെന്നുണ്ടെങ്കിൽ മെർസിഡസ് ബെൻസ് ഒക്കെ പോകുന്ന ഒരു കാര്യമായിട്ട് അർബാനിയ പോകണം. അതൊക്കെ ഒരു രാജകീയതയാണ്. അടിപൊളി കോൺസെപ്റ്റ്. ഫ്ലീറ്റ് ആയിട്ട് വരുവാണെങ്കിൽ അത് ഭയങ്കര ക്ലാസ് ആയിട്ട്. ഓക്കെ, ഇനി വേറെന്താ സർവീസസ് ഉള്ളത്? വേറെ നമുക്ക് ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് NRIs ഓർ ഫോറിനേഴ്സ് ഓർ ആരായാലും ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ആയിട്ട് വരുവാണെങ്കിൽ വി ആർ ഗിവിംഗ് ദം എ ക്യൂറേറ്റഡ് ട്രാവൽ എക്സ്പീരിയൻസ്. അപ്പൊ അവരുടെ നമ്മളോട് പറഞ്ഞാൽ മതി എത്ര ടൈം, എത്ര ബഡ്ജറ്റ്, എത്ര ആൾക്കാർ, ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മളൊരു ഐറ്റിനറി ഉണ്ടാക്കി തരും. അതായത് ട്രാവൽ കമ്പനി പോലെ തന്നെ പ്രവർത്തിക്കുന്ന പറയുന്നല്ലേ? ലൈക്ക് ട്രിപ്സ് പ്ലാൻ ചെയ്ത് കൊടുക്കും. ഓഫ് കോഴ്സ്, പക്ഷേ ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. എല്ലാ ഹോട്ടൽസ് ആയാലും കഴിക്കാൻ നിർത്തുന്ന റെസ്റ്റോറൻറ്റ്സ് ആയാലും എന്തായാലും വി വിൽ ട്രൈ ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി,
best in the location. അതിലെനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്ന ചേച്ചി അത് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അഡീഷൻ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആക്ച്വലി വണ്ടർ അടിച്ചിരിക്കുകയാണ്. ആക്ച്വലി സോ ബേസിക്കലി നമുക്ക് ടെൻഷൻ അടിക്കണ്ട. ഇപ്പം ഞങ്ങളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ തന്നെ ഒരാളായിരിക്കും എല്ലാം മാനേജ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര ഹെഡേക്ക് ആയിട്ട് ചിലപ്പം ഫീൽ ചെയ്യാറുണ്ട് ചിലർക്ക്. എല്ലാ പ്രഷർ റെസ്പോൺസിബിലിറ്റി വി ഹാവ് ടു ഡു അല്ലെ. ട്രാവൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ മൈന്യൂട്ട് കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ ആ ട്രാവൽ എക്സ്പീരിയൻസ് അത്രയും ഇതായിട്ട് വരത്തില്ല. അപ്പം നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ റിലാക്സ് ആൻഡ് ട്രാവൽ. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. ഐറ്റിനറി നിങ്ങളുടെ മുന്നിൽ, അതിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വാട്ട് എവർ യു വാണ്ട് ടു എക്സ്പീരിയൻസ് ഓർ നോട്ട്. ദാറ്റ് ഈസ് അപ് ടു യു. പക്ഷേ എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തരും. അതിൻ്റെ ഇടയ്ക്കുള്ള കഴിക്കാനും റിലാക്സ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസ് വി വിൽ ബി പ്രൊവൈഡിങ്. സോ ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റഡ് ക്യൂറേറ്റഡ് ട്രാവൽ എക്സ്പീരിയൻസ് ഫോർ യു. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എനിക്കറിയേണ്ടത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഇത് താങ്ങുമോ? ഓഫ് കോഴ്സ് താങ്ങും. അതിനെന്താ, ഒരു BMW നമ്മൾ ബുക്ക് ചെയ്താൽ എത്ര എമൗണ്ട് ആവും? ശരിയാ, 15-20 അല്ലെ, അങ്ങനെ ഓരോ വണ്ടിയുടെ അനുസരിച്ചിട്ടാണ് വരുന്നത്. അത്രയാവും. പക്ഷെ അതിനകത്ത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? അത് ശരിയാ. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്രൈഡും ഗ്രൂമും അച്ഛനും അമ്മയും അല്ലെങ്കിൽ ക്ലോസ് കസിൻസ് രണ്ടുപേരും മാത്രമേ എക്സ്ട്രാ കയറത്തുള്ളൂ. പക്ഷെ ഇതിനകത്താവുമ്പോൾ നമുക്ക് ഗ്രാൻഡ് പേരൻസിനെയും കയറ്റാം, പേരൻസ് ആൻഡ് സിബ്ലിങ്സ് എല്ലാവർക്കും കയറി ഒരു ട്രൂപ്പായിട്ട് തന്നെ പോവാം. ഓക്കെ, അല്ലെങ്കിൽ ബ്രൈഡും ബ്രൈഡ്സ്മെയ്ഡും. അതെ, ഓക്കെ. എന്താണുള്ള സംഭവം ഗംഭീരം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒത്തിരി അർബാനയുടെ ഒക്കെ വീഡിയോ ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കാം. പിന്നെ DPF എക്സ്പേർട്ടിൻ്റെ കാര്യം എൻ്റെ വീഡിയോസ് ഓൾറെഡി ഉണ്ട്. വണ്ടി ഇതുപോലെ DPF ക്ലോഗായി അത് മാറേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവരെ വിളിച്ചാൽ മതി, റെഡിയാക്കി തരും. ഇന്ത്യയിൽ മിക്ക ബ്രാൻഡ്സിന് വേണ്ടി സർവീസ് കൊടുക്കുന്നത് മഹീന്ദ്ര ആണെങ്കിലും ഹുണ്ടൈ ആണെങ്കിലും ടാറ്റ ആണെങ്കിലും അല്ലേ, എല്ലാം നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡ്സിൻ്റെയും DPF ക്ലീൻ ചെയ്യുന്നത് ഇവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള വെൻഡറാണ്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പേഴ്സ് കൊടുത്തേക്കാം. ഷൈനി ചേച്ചിയെ മറക്കണ്ട, കാരണം ഇതുപോലെ എത്ര പേര് അല്ലേ, വളരെ കുറച്ചായിട്ടുള്ള US സംരംഭം ലേഡീസേ ഉണ്ടാവുള്ളൂ. അപ്പം നല്ല സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാൽ. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം ടോപ്പ് മൈ ഷോ.